ഇന്ന് നമ്മളൊരു വാഷിംഗ് മെഷീൻ ക്ലീനിങ് ആണ് കേട്ടോ. അപ്പം നമ്മളൊരു 2 വർഷമൊക്കെ ആകുമ്പോൾ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാറുണ്ട്. അപ്പം നമുക്കിന്ന് അത് ഞാനെങ്ങനെ കാണിക്കാമെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് അങ്ങനെ പ്രത്യേകിച്ച് ഇതായിട്ടൊന്നുമില്ല കേട്ടോ. ഇത് കണ്ട അതിൻ്റെ ഉള്ളിലൊക്കെ കണ്ടില്ലേ. അപ്പം അങ്ങനെ നമുക്കെങ്ങനെ ഞാൻ ക്ലീൻ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഇങ്ങനെ സ്റ്റാറുള്ള ഒരു ഇതെടുക്കും. ഇത് നമ്മളത് ഇതിൻ്റെ ഉള്ളിൽ കണ്ട ഇതിങ്ങനെ അഴിച്ചെടുക്കും കേട്ടോ. മണ്ണിൻ്റെ കിരീരി പറയുന്നുണ്ട്. ഇതിങ്ങനെ അഴിച്ചെടുക്കണേ. ചെരിച്ചെടുക്കും. സ്ക്രൂ ഉണ്ടല്ലേ. ഇതിപ്പോൾ ഞാനൊരു 7 മാസം മുന്നേക്ക് ഒന്ന് ക്ലീൻ ചെയ്തതുകൊണ്ട് ഇത്ര ചളിയല്ലോ കേട്ടോ. അതിൽ അവിടെ ആ ഇടയിലൊക്കെ നല്ല കട്ട ചളി ഉണ്ടാവും. പിന്നെ അത് വൃത്തിയാക്കുന്ന വീഡിയോ ഞാൻ എടുത്തിരുന്നു, പക്ഷേ അത് ഓൺ ആയിരുന്നില്ല. ഞാനത് ക്ലീനിങ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അതിൻ്റെ അതേപോലെ തന്നെ സ്ക്രൂ ഒക്കെ ഇട്ട് മുറുക്കിയിട്ട് പിന്നെ നമ്മൾ അതിൻ്റെ ആ വട്ടത്തിൻ്റെ ഉള്ളിലുള്ള ചളി കളയും. നല്ല ശക്തിയിലിയ വെള്ളം ഇങ്ങനെ ഒഴിക്കുമ്പോൾ ആ ചളിയും പോയി കിട്ടും കേട്ടോ. പിന്നെ അങ്ങനെ സ്ക്രൂ ഒക്കെ മുറുക്കിയതിന് ശേഷം നമ്മളിവിടെ കണ്ടോ ഈ ഒരു അടപ്പ് ഒന്ന് തുറന്നെടുത്താൽ അതിൽ നല്ല ചളി പൊടി പിന്നെ നമ്മളെ ഡ്രസ്സിൻ്റെ നൂലൊക്കെ ഉണ്ടാവും. അത് നന്നായിട്ട് പ്രസ് ചെയ്ത് അതിങ്ങോട്ട് പോകുന്നിട്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ കണ്ട ഇതുപോലെയാണ്. അപ്പോൾ പിന്നെ നമുക്കിത് നമ്മളെ ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് ക്ലീൻ ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ കഴുകിയാൽ മാത്രമൊന്നും പോവില്ല കേട്ടോ. കാരണം അതിൽ നല്ല ചളി ഉണ്ടാവും. അതുപോലെ നമുക്ക് കഴുകിക്കൊണ്ട് പിന്നെ അതിൻ്റെ ഉള്ളിലും തന്നെ നമുക്ക് നന്നായിട്ടൊരു ഇതോട് നല്ല കഴുകിയെടുക്കണം. അത് തുടച്ചെടുക്കണം. ഇത് കഴുകണ്ടേ? അതിന് മുന്നേ ഇത് കഴുകാം. പൊടിയിലോട്ട് ചെളി കട്ടകട്ടായിട്ട് തുണിയാ അത് അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് വെള്ളം പറയാം. ബ്രഷ് അങ്ങനെ അവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് വെള്ളം ഒന്ന് പൂട്ടിയതിന് ശേഷം ബാക്കത്തെ മുന്നിലും ആ പൈപ്പ് അങ്ങോട്ട് ഊരിയെടുക്കുക. അതിൻ്റെ ഉള്ളിലുള്ള വാഷറിലൊക്കെ ചളി പൊടിയൊക്കെ അടഞ്ഞിരിക്കും. ഇതേപോലെ തന്നെ വെക്കണം കേട്ടോ. ഇതാണ് വാഷറിൻ്റെ അവസ്ഥ. കണ്ടോ, അത് കൂടെ എങ്ങനെ വെള്ളം പോവും, അത്രയും അടഞ്ഞിരിക്കുകയാണ്. കണ്ടില്ലേ. ഇനി അത് നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ട് കൊണ്ടുവരാം. ബ്രഷ് ഉപയോഗിച്ചത് ഇങ്ങോട്ട് അങ്ങനെ ചെരിച്ചിടാൻ പാടില്ല കേട്ടോ. ഇതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ താങ്ക് യു.